Good morning. Today we are going to discuss the next topic, that is types of demand. So you know that demand means the willingness or a desire of an individual to purchase a product which is supported by their purchasing power. So demand means it is a willingness. Demand refers to willingness. തയ്യാറെടുപ്പാണ് അല്ലേ, തയ്യാറാണ്. ഓർ ഇഫക്റ്റീവ് ഡിസയർ ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ താല്പര്യമാണ്, ഭയങ്കര ആഗ്രഹമാണ്. എന്തിനാണ്? ടു പർച്ചേസ് എ പ്രോഡക്റ്റ് ഓർ ടു ബൈ എ പ്രോഡക്റ്റ് വിച്ച് ഈസ് സപ്പോർട്ടഡ് ബൈ ദെയർ പർച്ചേസിങ് പവർ. അപ്പം വില്ലിങ്നെസ്സും ഡിസയറും മാത്രം പോരാ, ദർ ഷുഡ് ബി സം പർച്ചേസിങ് പവർ ഓൺ ദ പാർട്ട് ഓഫ് ദ കൺസ്യൂമർ. ഇപ്പോൾ കൺസ്യൂമർക്ക് എന്തുണ്ടാവണം? ഒരു പർച്ചേസിങ് പവർ ഉണ്ടാവണം. ദർ ഷുഡ് ബി സം വില്ലിങ്നെസ്, ദർ ഷുഡ് ബി സം ഡിസയർ, ദർ ഷുഡ് ബി സം വില്ലിങ്നെസ് മീൻസ് അതിനുള്ള ഒരു താല്പര്യം ഉണ്ടാവണം, തയ്യാറെടുപ്പ് വേണം, അതിനുള്ള ഒരു തയ്യാറാവണം അയാൾ വാങ്ങാൻ. ഡിസയർ ഓൺ ദ പാർട്ട് ഓഫ് ദ ഇൻഡിവിജ്വൽസിൻ്റെ ഭാഗത്തൊരു താല്പര്യം ഉണ്ടാവണം. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ, അതോടൊപ്പം എന്തും ഉണ്ടാവണം, ദർ ഷുഡ് ബി എ പർച്ചേസിങ് പവർ ഓൺ ദ ഹാൻഡ്സ് ഓഫ് ദ കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ കയ്യിൽ അത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു പർച്ചേസിങ് പവറും ഉണ്ടാവണം. അതിനെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഡിമാൻഡ് മീൻസ് എന്താണ്? ഇറ്റ് ഈസ് ദ വില്ലിങ്നെസ് ടു പർച്ചേസ് എ കമോഡിറ്റി ഓർ ഇറ്റ് ഈസ് എ വില്ലിങ്നെസ് ഓർ ഡിസയർ ടു പർച്ചേസ് എ കമോഡിറ്റി സപ്പോർട്ടഡ് ബൈ ദ പർച്ചേസിങ് പവർ ഓഫ് എ കൺസ്യൂമർ. സോ ഇൻ ഇക്കണോമിക്സ് we use demand to mean such a thing. അങ്ങനെയുള്ളൊരു കാര്യം മീൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡിമാൻഡ് മീൻ ചെയ്യുന്നത്. അപ്പം ഇക്കണോമിക്സിൽ ഇൻ ഇക്കണോമിക്സ് വി ക്യാൻ ക്ലാസിഫൈ ഡിമാൻഡ് ഇൻ ടു വേരിയസ് കാറ്റഗറീസ്. Demand is classified into various factors, that is various categories based on various factors. So demand is classified into various categories based on various factors. പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡിമാൻഡിനെ നമുക്ക് പലതായിട്ട് തരംതിരിക്കാം. ആ എന്തൊക്കെ ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡിമാൻഡിനെ ക്ലാസിഫൈ ചെയ്ത് നോക്കാം. നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ഫോർ എ ഗിവൺ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിന് എത്ര കൺസ്യൂമേഴ്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ. ദ നേച്ചർ ഓഫ് പ്രോഡക്ട്സിൻ്റെ പ്രകൃതം. ദ യൂട്ടിലിറ്റി ഓഫ് ദ പ്രോഡക്ട്സിൻ്റെ ഉപയുക്തത. ദെൻ ഇൻ്റർഡിപ്പെൻഡൻസ് ഓഫ് ഡിഫറെൻറ്റ് ഡിമാൻഡ്സ്. പല ഡിമാൻഡുകൾ തമ്മിലുള്ള പരസ്പര ആശ്രയത്വം, പല കമോഡിറ്റിയുടെ ഡിമാൻഡ് തമ്മിലുള്ള പരസ്പര ആശ്രയത്വം. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിമാൻഡിനെ പല കാറ്റഗറി ആയിട്ട് തിരിക്കാം. സോ ഇൻ ഡിമാൻഡ് വി ക്യാൻ ക്ലാസിഫൈ ഡിമാൻഡ് ഇൻ ടു വേരിയസ് കാറ്റഗറീസ്. അപ്പോൾ ഡിമാൻഡിനെ നമുക്ക് പല കാറ്റഗറീസ് ആയിട്ട് തിരിക്കാം ബേസ്ഡ് ഓൺ സർട്ടൻ ഫാക്ടേഴ്സ്. ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ, ചില ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിമാൻഡിനെ പല കാറ്റഗറി ആയിട്ട് തിരിക്കാം. ആ ഘടകങ്ങളെന്ന് വെച്ചാൽ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ഇൻ ദ മാർക്കറ്റ് ഓഫ് എ ഗിവൺ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം അനുസരിച്ച്, നേച്ചർ ഓഫ് പ്രോഡക്റ്റിൻ്റെ പ്രകൃതം അനുസരിച്ച്, യൂട്ടിലിറ്റി ഓഫ് പ്രോഡക്റ്റിൻ്റെ യൂട്ടിലിറ്റി ഉപയുക്തത അനുസരിച്ച്, മാത്രമല്ല ഈ വ്യത്യസ്തങ്ങളായ ഡിമാൻഡുകൾ തമ്മിലുള്ള പരസ്പര ആശ്രയത്വം അനുസരിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട്, അതായത് കൺസ്യൂമേഴ്സിൻ്റെ നമ്പർ വെച്ചിട്ട്, ദെൻ നേച്ചർ ഓഫ് പ്രോഡക്ട്സിൻ്റെ നേച്ചർ വെച്ചിട്ട്, പ്രോഡക്റ്റിൻ്റെ യൂട്ടിലിറ്റി ഉപയുക്തത വെച്ചുകൊണ്ട്, ആൻഡ് ഇൻ്റർഡിപ്പെൻഡൻസ് ഓഫ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്. വ്യത്യസ്തങ്ങളായ പ്രോഡക്റ്റുകളുടെ ഇൻ്റർഡിപ്പെൻഡൻസ്, പരസ്പര ആശ്രയത്വം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിമാൻഡിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് ഡിമാൻഡാണ് നമ്മളീ പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ പ്രൈസ് ഡിമാൻഡ്, സെക്കൻഡ് ഇൻകം ഡിമാൻഡ്, തേർഡ് ക്രോസ് ഡിമാൻഡ്, ഫോർത്ത് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ്, ദെൻ ജോയിൻറ്റ് ഡിമാൻഡ്, ദെൻ കോമ്പോസിറ്റ് ഡിമാൻഡ് ആൻഡ് ഡയറക്റ്റ് ഡിമാൻഡ് ആൻഡ് ഡിറൈവ്ഡ് ഡിമാൻഡ്. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ 7 കാറ്റഗറി ആയിട്ട് നമ്മളിത് പറയുന്നത്. പ്രൈസ് ഡിമാൻഡ്, ഇൻകം ഡിമാൻഡ്, ക്രോസ് ഡിമാൻഡ്, ഇൻഡിവിജ്വൽ ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ്, ജോയിൻറ്റ് ഡിമാൻഡ്, composite demand, direct demand and derived demand. These are the 7 categories of demand. These are the classifications of demand on the basis of nature of a product, on the basis of utility of a product, on the basis of interdependence of different demands, on the basis of number of consumers of a product. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിമാൻഡിനെ 7 കാറ്റഗറി ആയിട്ട് തിരിക്കാം. പ്രൈസ് ഡിമാൻഡ്, ഇൻകം ഡിമാൻഡ്, ക്രോസ് ഡിമാൻഡ്, ഇൻഡിവിജ്വൽ ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ്, joint demand, composite demand, direct demand and derived demand. These are the 7 types of demand. Let us discuss each of them in detail. നമുക്കിതിൽ ഓരോന്നിനെയും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് കാറ്റഗറി ഓഫ് ഡിമാൻഡ് ഈസ് പ്രൈസ് ഡിമാൻഡ്.
അപ്പം ഇവിടെ പ്രൈസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിമാൻഡ് ഫോർ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ദറ്റ് കൺസ്യൂമേഴ്സ് ഇൻറ്റൻഡ് ടു പർച്ചേസ് അറ്റ് എ ഗിവൺ പ്രൈസ് ആൻഡ് ടൈം പീരീഡ് assuming other factors such as prices of related goods, level of income of consumers and consumer preferences remain unchanged. ഇപ്പോൾ പ്രൈസ് ഡിമാൻഡ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയും അല്ലെ, പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം പറയും. അതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. പ്രൈസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് അത് തന്നെയാണ്. ഇറ്റ് ഈസ് എ ഡിമാൻഡ് ഫോർ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് എ പ്രോഡക്റ്റ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമോഡിറ്റിയുടെ വ്യത്യസ്തങ്ങളായ ക്വാണ്ടിറ്റീസിൻ്റെ വ്യത്യസ്തങ്ങളായ അളവുകൾക്കുള്ള ഡിമാൻഡാണ്. ഓർ സർവീസ്, ഒരു കമോഡിറ്റി ആവാം അല്ലെങ്കിൽ സേവനമാവാം. ദാറ്റ് കൺസ്യൂമേഴ്സ് ഇൻറ്റൻഡ് ടു പർച്ചേസ് അറ്റ് എ ഗിവൺ പ്രൈസ്. ഒരു പ്രത്യേക പ്രൈസിൽ ഒരു കൺസ്യൂമർ വാങ്ങാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ വാങ്ങാൻ ലക്ഷ്യം വെക്കുന്ന ഒരു കമോഡിറ്റിയുടെ വ്യത്യസ്തങ്ങളായ ക്വാണ്ടിറ്റിയാണ്. ആൻഡ് ടൈം പീരീഡ്, ഒരു പ്രത്യേക പ്രൈസിലും ഒരു പ്രത്യേക ടൈം പീരീഡിലും എന്താണ് ഒരു കൺസ്യൂമർ ഒരു കമോഡിറ്റിയുടെ വ്യത്യസ്തങ്ങളായ ക്വാണ്ടിറ്റീസ് വാങ്ങും. ആ വാങ്ങാൻ തയ്യാറാവുന്ന ക്വാണ്ടിറ്റീസിൻ്റെ ആ ഡിമാൻഡിനെയാണ് നമ്മൾ പ്രൈസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു അസംഷൻ പറയും, എന്താണ് വി ആർ അസ്യൂമിങ് അതർ ഫാക്ടേഴ്സ് ആസ് കോൺസ്റ്റൻറ്റ്. മറ്റ് ഫാക്ടേഴ്സിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ നിലനിർത്തുകയാണ്. മറ്റു ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഇവിടെ വേറൊന്നുമില്ല, എന്താണ് പ്രൈസസ് ഓഫ് റിലേറ്റഡ് കമോഡിറ്റീസ്, ദെൻ ലെവൽ ഓഫ് ഇൻകം ഓഫ് ദ കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം, പിന്നെ കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസസ്, പിന്നെ ഇതെല്ലാം നമ്മൾ എന്ത് പറയുകയാണ്, നമ്മൾ ദേ ആർ റിമൈനിങ് അൺചേഞ്ച്ഡ്. ഇവയൊക്കെ നമ്മൾ അൺചേഞ്ച്ഡ് ആയിട്ട് നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പോൾ ഈ ഫാക്ടേഴ്സൊക്കെ അൺചേഞ്ച്ഡ് ആണ്. അതായത് കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം ഓഫ് ദ കൺസ്യൂമേഴ്സ്, പ്രൈസസ് ഓഫ് റിലേറ്റഡ് കമോഡിറ്റീസ്, കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ്, ഇതെല്ലാം അൺചേഞ്ച്ഡ് ആയിട്ട് നിലനിൽക്കേ എന്താ സംഭവിക്കുക? എന്താണ് ഒരു കൺസ്യൂമർ ഒരു കമോഡിറ്റിയുടെ വ്യത്യസ്തങ്ങളായ വിലയ്ക്ക് ഒരു പ്രത്യേക വിലയിൽ അല്ലെങ്കിൽ പ്രത്യേക ടൈം പീരീഡിൽ ഒരു കമോഡിറ്റിയുടെ എത്രത്തോളം ക്വാണ്ടിറ്റീസ് വാങ്ങാൻ തയ്യാറാവുന്നു അതിനെയാണ് നമ്മൾ പ്രൈസ് ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ഡിമാൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഒരു കമോഡിറ്റിയുടെ പ്രൈസ് അല്ലെങ്കിൽ ഒരു സേവനത്തിൻ്റെ പ്രൈസുമായി പ്രൈസ് ഡിമാൻഡിന് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് പ്രൈസ് കൂടുതലാണെങ്കിൽ പ്രൈസ് ഡിമാൻഡ് കുറവായിരിക്കും, പ്രൈസ് കുറവാണെങ്കിൽ പ്രൈസ് ഡിമാൻഡ് കൂടുതലായിരിക്കും. അപ്പം എന്താണ് പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് റൈസസ് ഓർ സർവീസ് റൈസസ്, വാട്ട് വിൽ ഹാപ്പൻ? ദ ഡിമാൻഡ് വിൽ ഫോൾ. When the price of a product fall or when the price of a service fall, the demand will rise. അപ്പോൾ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ പ്രൈസ് ഡിമാൻഡ് പ്രധാനമായിട്ടും ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ് നമ്മൾ പറയുന്നത്. പ്രൈസ് ഡിമാൻഡ് എന്ന് വെച്ചാൽ ഇറ്റ് എക്സ്പ്രസ്സസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഒരു കമോഡിറ്റിയുടെ പ്രൈസും അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസും അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ പ്രൈസും അതിൻ്റെ ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്, അതിന് തമ്മിലുള്ള ഫങ്ഷണൽ റിലേഷൻഷിപ്പിനെ ഏതിൽ പറയുക എന്ന് പറയുന്നത് പ്രൈസ് ഡിമാൻഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കാറ്റഗറി ഓഫ് ഡിമാൻഡ്, ദാറ്റ് ഈസ് പ്രൈസ് ഡിമാൻഡ്. അപ്പോൾ പ്രൈസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഡിമാൻഡ് ഈസ് ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ഓർ എ സർവീസ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഒരു കമോഡിറ്റിയുടെ പ്രൈസും അതുപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ പ്രൈസ് ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് പ്രൈസ് ഡിമാൻഡ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കാറ്റഗറി ഓഫ് ഡിമാൻഡ്, പ്രൈസ് ഡിമാൻഡ്. നമുക്കൊരു ഒരു ഇക്വേഷൻ്റെ സഹായത്തോടെ നമുക്ക് പറയാം. ഡി എ ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് പി എ എന്നാണ് നമ്മൾ ആ ഇക്വേഷൻ പറയുന്നത്. ഇതിൽ ഓരോന്ന് എന്തൊക്കെയാണെന്ന് പറയാം. ഡി എ എന്ന് വെച്ചാൽ ഡി എ ഈസ് ഈക്വൽ ഡിമാൻഡ് ഫോർ പ്രോഡക്റ്റ് എ. നമ്മളിവിടെ പ്രോഡക്റ്റ് എ ആണ് നമ്മൾ പരിഗണിക്കുന്നത്. ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിനെയാണ് നമ്മൾ ഡി എ എന്ന് പറയുന്ന ലെറ്റേഴ്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. എഫ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനെ സൂചിപ്പിക്കുന്നു. പി എ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് പ്രോഡക്റ്റ് എ. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഡിമാൻഡ് ഫോർ പ്രോഡക്റ്റ് എ ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ഓഫ് പ്രോഡക്റ്റ് എ. കമോഡിറ്റി എയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഫംഗ്ഷനാണ്? കമോഡിറ്റി എയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ഓഫ് എ. എ എന്ന് പറയുന്ന കമോഡിറ്റിയുടെ പ്രൈസിൻ്റെ ഫംഗ്ഷനാണ്. അതായത് ഡിമാൻഡ് ഫോർ കമോഡിറ്റി എ ഡിപ്പെൻഡ്സ് ഓൺ പ്രൈസ് ഓഫ് കമോഡിറ്റി എ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. പ്രൈസ് ഓഫ് കമോഡിറ്റി എ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. Okay, that is the first type of demand, that is price demand. Second type of demand is income demand. Income demand എന്ന് പറഞ്ഞാൽ it is a demand for different quantities of a commodity or service that consumers intend to purchase at different levels of income, assuming other factors remaining the same. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രൈസ് ഡിമാൻഡ് പറഞ്ഞതുപോലെ ഇൻകം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിമാൻഡ് ഫോർ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ എ സർവീസ്.
ഒരു കമ്മോഡിറ്റിയുടെയോ അല്ലെങ്കിൽ സേവനത്തിൻ്റെയോ എന്താണ് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ്, വ്യത്യസ്തങ്ങളായ ക്വാണ്ടിറ്റീസിനുള്ള ഡിമാൻഡിനെയാണ് നമ്മൾ ഇൻകം ഡിമാൻഡ് പറയുന്നത്. ദാറ്റ് കൺസ്യൂമേഴ്സ് ഇൻറ്റെൻഡ് ടു പർച്ചേസ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഇൻകം. അതായത് ഓരോ ഇൻകം ലെവലും ഒരു കൺസ്യൂമർ വാങ്ങാൻ തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ വാങ്ങാൻ താല്പര്യപ്പെടുന്ന കമ്മോഡിറ്റിയുടെ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസിന്, കമ്മോഡിറ്റി അല്ലെങ്കിൽ സർവീസിൻ്റെ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ദാറ്റ് ഈസ് കോൾഡ് ഇൻകം ഡിമാൻഡ്. അപ്പോൾ ഇൻകം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം ഡിമാൻഡ് മീൻസ് എന്താണ്? ഇറ്റ് ഈസ് ദ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഓർ എ സർവീസ് which a consumers will intend or aim to purchase at different levels of income. വ്യത്യസ്തങ്ങളായ ഇൻകം ലെവലിൽ ഒരു കൺസ്യൂമർ വാങ്ങാൻ തയ്യാറെടുക്കുന്ന എന്താണ് ഒരു കമ്മോഡിറ്റിയുടെ വ്യത്യസ്തങ്ങളായ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇൻകം ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു അസംഷൻ പറയുന്നുണ്ട്, അസ്യൂമിങ് അതർ ഫാക്ടേഴ്സ് റിമൈനിങ് ദി സെയിം. മറ്റ് ഫാക്ടേഴ്സ് കോൺസ്റ്റൻ്റ് നിലനിൽക്കെ എന്താണ് ഒരു കമ്മോഡിറ്റിയുടെ വ്യത്യസ്തങ്ങളായ വിലയ്ക്ക് ഒരു കൺസ്യൂമർ എത്ര ക്വാണ്ടിറ്റീസ് വാങ്ങാൻ തയ്യാറാകുന്നു അതിനെയാണ് നമ്മൾ ഇൻകം ഡിമാൻഡ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. സാധാരണ നമുക്കറിയാം, യൂഷ്വലി വെൻ ദർ ഇസ് ആൻ ഇൻക്രീസ് ഇൻ ഇൻകം ദ ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് വിൽ ഇൻക്രീസ്. ഇൻകം വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻകം വർദ്ധിക്കുമ്പോൾ സാധാരണ ഡിമാൻഡ് വർദ്ധിക്കും. ലെവൽ ഓഫ് ഇൻകം, അതായത് നമ്മൾ ഇൻഫീരിയർ ഗുഡ്സിനെ അപേക്ഷിച്ച് ബാക്കി സാധാരണ എല്ലാ നോർമൽ കമ്മോഡിറ്റീസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇൻകം വർദ്ധിക്കുമ്പോൾ സാധാരണയായിട്ട് ഡിമാൻഡ് വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ദർ ഇസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഡിമാൻഡ് ഫോർ നോർമൽ ഗുഡ്സ്. സാധാരണ ഗുഡ്സിൻ്റെ ഡിമാൻഡും ഇൻകവും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്, നേരിട്ടുള്ള അനുപാതമാണ്. അതായത് ഡിമാൻഡും ഇൻകവും എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ് നോർമൽ ഗുഡ്സിൻ്റെ കാര്യത്തിൽ. അതായത് വെൻ ഇൻകം ഇൻക്രീസസ് ഡിമാൻഡ് ഇൻക്രീസസ്. അതേസമയം ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കാര്യത്തിൽ ഡിമാൻഡും ഇൻകവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ചില കമ്മോഡിറ്റീസ് ഇൻഫീരിയർ ആയിട്ട് കണക്കാക്കുക. അതായത് ഇൻകം വർദ്ധിക്കുമ്പോൾ ആൾക്കാരുടെ ഡിമാൻഡ് അതിന് ഡിമാൻഡ് കൂടുതലില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇൻഫീരിയർ ഗുഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇപ്പോൾ മുമ്പൊക്കെ നമ്മൾ ടപ്പിയൊക്കെ ഇൻഫീരിയർ ഗുഡായിട്ട് നമ്മൾ പറയുമായിരുന്നു. അതായത് ഒരാളുടെ ഇൻകം വർദ്ധിക്കുമ്പോഴത്തേക്ക് അയാൾ എന്തധികം കൺസ്യൂം ചെയ്യില്ല, ടപ്പിയൊക്കെ അല്ലെങ്കിൽ മരച്ചീനി അധികം കൺസ്യൂം ചെയ്യും. അപ്പം മരച്ചീനിയെ നമ്മൾ ഇൻഫീരിയർ ഗുഡായിട്ട് നമ്മൾ കരുതിയിരുന്നു. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ ഇൻകവും ഡിമാൻഡ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ എന്താണ്? ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. ഏത് കമ്മോഡിറ്റിയുടെ കാര്യത്തിൽ? നോർമൽ ഗുഡ്സിൻ്റെ കാര്യത്തിൽ. വേറാസ് ഇൻ ദ കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ് the demand is inversely proportional. That is, when there is an increase in income, the demand will decrease. Inferior commoditiesൻ്റെ കാര്യത്തിൽ ഇൻകം വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് കുറയും. നമ്മുടെ വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കമ്മോഡിറ്റീസ് വാങ്ങില്ല. അതാണ് ഇൻഫീരിയർ കമ്മോഡിറ്റീസിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയാറുള്ളത്. when there is an increase in income, there will be a decrease in demand for inferior goods. Whereas in the case of normal goods, when there is an increase in income, there will be increase in demand also. So that is ഇൻകം ഡിമാൻഡ്. ഇപ്പോൾ ഇൻകം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഡിമാൻഡ് ഫോർ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് എ കമ്മോഡിറ്റി ഓർ സർവീസ് ദാറ്റ് കൺസ്യൂമേഴ്സ് ഇൻറ്റെൻഡ് ടു പർച്ചേസ് ഓർ അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഇൻകം അസ്യൂമിങ് അതർ ഫാക്ടേഴ്സ് റിമൈനിങ് ദ സെയിം. മറ്റു ഘടകങ്ങളെ സ്ഥിരമായി നിലനിൽക്കെ ഒരു കൺസ്യൂമർ ഒരു കമ്മോഡിറ്റിയുടെ വ്യത്യസ്തങ്ങളായ ക്വാണ്ടിറ്റീസ് പർച്ചേസ് ചെയ്യുന്നു. എപ്പോഴാണ്? വ്യത്യസ്തങ്ങളായ ഇൻകം ലെവലിൽ. ആ വ്യത്യസ്തങ്ങളായ വരുമാനത്തിൽ അയാൾ വ്യത്യസ്തങ്ങളായ ക്വാണ്ടിറ്റീസാണ് ഒരു കമ്മോഡിറ്റിയുടെ വ്യത്യസ്തങ്ങളായ ക്വാണ്ടിറ്റീസ് പർച്ചേസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ഡിമാൻഡിനെ പറയുന്ന പേരാണ് ഇൻകം ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻകം ഡിമാൻഡും നമുക്ക് ഈ ഒരു മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് ഇൻകം. ഇൻകവും ഡിമാൻഡ് നമ്മളുടെ റിലേഷൻഷിപ്പാണ് നമ്മളൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷനോട് കൂടി പറയുകയാണ്. നമ്മൾ DA മീൻസ് ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റി A ഈസ് എ ഫംഗ്ഷൻ ഓഫ് YA. YA എന്ന് പറഞ്ഞാൽ ഇൻകം എന്നാണ് ഉദ്ദേശിക്കുന്നത്. DA മീൻസ് ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റി A. DA എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റി എക്കുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. F എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. YA എന്ന് പറഞ്ഞാൽ ഇൻകം ഓഫ് കൺസ്യൂമർ എയുടെ ഇൻകം. അതായത് DA ഈസ് എ ഫംഗ്ഷൻ ഓഫ് YA എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റി A ഡിപ്പെൻഡ്സ് ഓൺ അതാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ മീനിങ്. ഡിപ്പെൻഡ്സ് ഓൺ ഇൻകം ഓഫ് കൺസ്യൂമർ A. A എന്ന് പറയുന്ന കൺസ്യൂമറുടെ ഇൻകത്തെ ആശ്രയിച്ചിരിക്കും A എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് എന്നാണ് DA ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് YA എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ദ സെക്കൻഡ് കാറ്റഗറി ഓഫ് ഡിമാൻഡ്, ദാറ്റ് ഈസ് ഇൻകം ഡിമാൻഡ്. Then comes the third category, gross demand. Gross demand is the third category. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പ്രൈസ് ഡിമാൻഡ് പറഞ്ഞു, സെക്കൻഡ് നമ്മൾ ഇൻകം ഡിമാൻഡ്, മൂന്നാമത്തെ ക്രോസ് ഡിമാൻഡ്.
ഇപ്പം ക്രോസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഒക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ക്രോസ് ഡിമാൻഡ് എന്താണെന്ന് നമ്മൾ സാധാരണയാണ് നമ്മൾ ക്രോസ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയും പ്രധാനമായിട്ടും ഈ റിലേറ്റഡ് കമ്മോഡിറ്റിയുടെ ഡിമാൻഡും അല്ലെങ്കിൽ പ്രൈസുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയുക. റിലേറ്റഡ് കമ്മോഡിറ്റീസ് നിങ്ങൾക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട്സും കോംപ്ലിമെൻ്ററി ഗുഡ്സും നിങ്ങൾക്കറിയാം. അപ്പോൾ എന്താണ് ക്രോസ് ഡിമാൻഡ് എന്ന് ഞാൻ പറയാൻ പോവാണ്. ഇറ്റ് മീൻസ് the demand, it refers to the demand for different quantities of a commodity or service whose demand depends not only on its own price but as also the price of other related commodities or service. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കമ്മോഡിറ്റിയുടെ വ്യത്യസ്തങ്ങളായ ക്വാണ്ടിറ്റീസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ മാത്രം പ്രൈസിനെ ആയിരിക്കത്തില്ല ആശ്രയിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റു കമ്മോഡിറ്റീസിൻ്റെ, അതുമായി ബന്ധപ്പെട്ട മറ്റു കമ്മോഡിറ്റീസിൻ്റെ മറ്റു സാധനങ്ങളുടെ വിലയുമായിട്ടും ബന്ധപ്പെട്ടിരിക്കും. അങ്ങനെയുള്ള ഡിമാൻഡിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രോസ് ഡിമാൻഡ് റെഫേഴ്സ് ടു ദ ഡിമാൻഡ് ഫോർ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് എ കമ്മോഡിറ്റി ഓർ സർവീസ്. അതായത് കമ്മോഡിറ്റിയുടെ വ്യത്യസ്തങ്ങളായ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഒരു സേവനത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ക്വാണ്ടിറ്റീസിനുള്ള ഡിമാൻഡാണ്. It depends on, whose demand depends on not only on its own price, അതിൻ്റെ വിലയെ മാത്രമായിരിക്കത്തില്ല അതിൻ്റെ ഡിമാൻഡ് ആശ്രയിച്ചിരിക്കുന്നത്, ബട്ട് ഓൾസോ ഓൺ ദ പ്രൈസസ് ഓഫ് അതർ റിലേറ്റഡ് കമ്മോഡിറ്റീസ് ഓർ സർവീസ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങളുടെയോ മറ്റു സാധനങ്ങളുടെയോ വിലയെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ മറ്റു സാധനങ്ങളുടെ വിലയെ ആശ്രയിച്ചിരിക്കുന്ന ഡിമാൻഡാണ് ക്രോസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഉദാഹരണം നമ്മൾ പറയും സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കാര്യം, ടീ ആൻഡ് കോഫി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. ടീ ആൻഡ് കോഫി എന്ന് പറഞ്ഞാൽ ദേ ആർ കൺസിഡർഡ് ടു ബി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫോർ ഈച്ച് അതർ. പരസ്പരം നമുക്ക് മാറി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം വെൻ ദ പ്രൈസ് ഓഫ് കോഫി ഇൻക്രീസസ് വാട്ട് വിൽ ഹാപ്പൻ? ദ പീപ്പിൾ വിൽ സ്വിച്ച് ടു ടീ. പീപ്പിൾ വിൽ കൺസ്യൂം മോർ ഓഫ് ടീ. When there is an increase in the price of coffee, people will consume more of tea. അപ്പോൾ എന്ത് സംഭവിക്കും? ആസ് എ റിസൾട്ട് ദ ഡിമാൻഡ് ഫോർ ടീ ഇൻക്രീസസ്. അപ്പോൾ ടീയുടെ ഡിമാൻഡ് വർദ്ധിക്കും. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ടീയും കോഫിയും എന്ത് ഡിമാൻഡ് എന്ന് പറയാം? ടീക്കും കോഫിക്കും നമുക്ക് ക്രോസ് ഡിമാൻഡ് എന്ന് പറയാം. അപ്പോൾ ക്രോസ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റഡ് കമ്മോഡിറ്റീസിൻ്റെ പ്രൈസുമായി ബന്ധപ്പെട്ട ഡിമാൻഡിനെയാണ് ക്രോസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ ക്വാണ്ടിറ്റി ഒരു കൺസ്യൂമർ വാങ്ങുക എന്നുള്ളത് ആ കമ്മോഡിറ്റിയുടെ പ്രൈസിനെ മാത്രമല്ല ആശ്രയിച്ചിരിക്കുന്ന മറ്റു കമ്മോഡിറ്റീസിൻ്റെ പ്രൈസിനെയും ആശ്രയിച്ചിരിക്കുന്നു. മറ്റു കമ്മോഡിറ്റീസ് വെച്ചാൽ അതുമായി ബന്ധമുള്ള റിലേറ്റഡ് കമ്മോഡിറ്റീസിൻ്റെ പ്രൈസിനെയും ആശ്രയിച്ചിരിക്കുന്നു. അതിനെയാണ് അങ്ങനെയുള്ള ഡിമാൻഡിനെ നമ്മൾ എന്ത് പറയുന്നത്? ക്രോസ് ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്രോസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദി ഡിമാൻഡ് ഫോർ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് എ കമ്മോഡിറ്റി ഓർ സർവീസ് whose demand depends not only on its own price but also the price of other related commodities or services. അതായത് ഇതൊരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് അതിൻ്റെ ഡിമാൻഡ് അതിൻ്റെ പ്രൈസിനെ മാത്രമല്ല ആശ്രയിച്ചിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട മറ്റു കമ്മോഡിറ്റീസിൻ്റെ പ്രൈസിനെയും ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഡിമാൻഡിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രോസ് ഡിമാൻഡ് വി ക്യാൻ എക്സ്പ്ലെയിൻ ക്രോസ് ഡിമാൻഡ് മാത്തമാറ്റിക്കലി ആസ് വി ക്യാൻ എക്സ്പ്രസ് ക്രോസ് ഡിമാൻഡ് ആസ് DA ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് PB. DA എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ DA മീൻസ് ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റി A എന്ന് പറയുന്നതാണ് DA എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. F എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ മീൻസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ PB മീൻസ് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി B. പ്രൈസ് ഓഫ് കമ്മോഡിറ്റി B എന്ന് പറയുന്ന കമ്മോഡിറ്റി ഇവിടെ എന്തായിരിക്കും? റിലേറ്റഡ് കമ്മോഡിറ്റി ആയിരിക്കും. മനസ്സിലായോ? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ആവാം, കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആവാം. അപ്പം PB എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി B എന്നുള്ളത് ഉദ്ദേശിക്കുന്നതാണ്. പ്രൈസ് ഓഫ് കമ്മോഡിറ്റി B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിലേറ്റഡ് കമ്മോഡിറ്റിയാണ്. അപ്പം DA ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റി A ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ഓഫ് B. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് PB എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി B എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റഡ് കമ്മോഡിറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കമ്മോഡിറ്റി. ഒന്നുകിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആവാം അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആവാം. അതിനെയാണ് നമ്മൾ എന്താണ് ക്രോസ് ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി ഈസ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ് അതാണ് അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് പ്രൈസ് ഡിമാൻഡ് പറഞ്ഞു, ഇൻകം ഡിമാൻഡ് പറഞ്ഞു, ദെൻ എന്താണ് ക്രോസ് ഡിമാൻഡ്. എത്രയല്ലേ പറഞ്ഞത്? പ്രൈസ് ഡിമാൻഡ്, ഇൻകം ഡിമാൻഡ്, ക്രോസ് ഡിമാൻഡ്. എത്രയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അല്ലേ? യെസ്, പ്രൈസ് ഡിമാൻഡ്, ഇൻകം ഡിമാൻഡ്, ക്രോസ് ഡിമാൻഡ് മൂന്നെണ്ണം പറയാം. ഇനി നാലാമത്തെയാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ്. Individual demand and market demand, this classification depends on the number of consumers in the market, or it is based on the number of consumers in the market. ഒരു മാർക്കറ്റിലെ കൺസ്യൂമേഴ്സിൻ്റെ അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിലെ കൺസ്യൂമേഴ്സിൻ്റെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുത്തുന്നത്. അപ്പം ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് the quantity of a commodity or service demanded by an individual consumer at a given price at a given period.
അതായത് ഒരു പ്രത്യേക പ്രൈസിൽ ഒരു പ്രത്യേക ടൈമിൽ ഒരു കമ്മോഡിറ്റിയുടെ, അതായത് ഒരു കമ്മോഡിറ്റിയുടെ വ്യത്യസ്തങ്ങളായ ക്വാണ്ടിറ്റീസ് ഒരു ഇൻഡിവിജ്വൽ വാങ്ങും. അതായത് ഇറ്റ് റെഫേഴ്സ് ടു ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഓർ സർവീസ് ഡിമാൻഡഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ കൺസ്യൂമർ അറ്റ് എ ഗിവൺ പ്രൈസ് അറ്റ് എ ഗിവൺ പീരീഡ്. ഒരു പ്രത്യേക ടൈമിൽ ഒരു പ്രത്യേക പ്രൈസിൽ ഒരു കമ്മോഡിറ്റിയുടെ എത്ര ക്വാണ്ടിറ്റി ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമർ, ഒരു വ്യക്തി മാത്രം വാങ്ങുകയാണെങ്കിൽ അങ്ങനെയുള്ള ഡിമാൻഡിനെ നമ്മൾ പറയുന്നത് ഇൻഡിവിജ്വൽ ഡിമാൻഡ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് മീൻസ് ദ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഓർ സർവീസ്. ഒരു കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സേവനമാവാം, കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു സേവനത്തിൻ്റെ ക്വാണ്ടിറ്റി ആവാം, വിച്ച് ഈസ് ഡിമാൻഡഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ കൺസ്യൂമർ. ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമർ ഡിമാൻഡ് ചെയ്യുകയാണ് അല്ലേ, അറ്റ് എ ഗിവൺ പ്രൈസ് ഓർ അറ്റ് എ ഗിവൺ ടൈം പീരീഡ്. ഒരു പ്രത്യേക പ്രൈസിൽ ഒരു പ്രത്യേക ടൈം പീരീഡിൽ ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റിയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പം ഉദാഹരണത്തിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ ഇസ് എ കമ്മോഡിറ്റി ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഹൗസ് ഹോൾഡ് പർച്ചേസസ് ഇൻ എ മന്ത്. ഒരു മാസത്തിൽ ഒരു കൺസ്യൂമറോ അല്ലെ ഒരു വീടോ വീട്ടിൽ നിന്നുള്ള ഒരു ഹൗസ് ഹോൾഡോ ഒരു മാസത്തിൽ കൺസ്യൂം ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ ഷുഗറിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ വിച്ച് ഈസ് കൺസ്യൂംഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ് ഇൻ എ മന്ത്. ഒരു മാസം വാങ്ങുന്ന ഷുഗറിൻ്റെ അളവിന് നമുക്ക് ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമർ വാങ്ങുന്ന ഷുഗറിൻ്റെ അളവിന് നമുക്ക് ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയാം. അപ്പം ഇത് സാധാരണ ഒരു ഇൻഡിവിജ്വൽ ഡിമാൻഡിനെ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്നത് പ്രൈസ് ആയിരിക്കും. പ്രൈസ്, ഇൻകം, അതുപോലെ അവരുടെ ടേസ്റ്റ് പ്രിഫറൻസ് ഒക്കെ ആയിരിക്കും ഇൻഡിവിജ്വൽ ഡിമാൻഡിനെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്, ഇൻകം ഓഫ് ദ പ്രോഡക്റ്റ്, ദെൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ ഹൗസ് ഹോൾഡ്സിൻ്റെ ടേസ്റ്റ് പ്രിഫറൻസ് ഇതൊക്കെ ആയിരിക്കും ഇൻഡിവിജ്വൽ ഡിമാൻഡിനെ സ്വാധീനിക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പറഞ്ഞതുപോലെയാണ്. ആസ് എ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ആഗ്രിഗേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്സ് ഓഫ് ഓൾ ദ കൺസ്യൂമേഴ്സ് ഓഫ് എ പ്രോഡക്റ്റ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം അറ്റ് എ സ്പെസിഫിക് പ്രൈസ് വൈൽ അതർ ഫാക്ടേഴ്സ് ആർ കോൺസ്റ്റന്റ്. ഇറ്റ് ഈസ് ആഗ്രിഗേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്സ്. അതായത് ഇൻഡിവിജ്വൽ ഡിമാൻഡ്സിൻ്റെ, അതായത് നമ്മളിപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ ഡിമാൻഡാണ് നമ്മൾ ഷുഗറിൻ്റെ ഡിമാൻഡ് പറഞ്ഞത്. അതുപോലെ കുറേ കൺസ്യൂമേഴ്സ് ഉണ്ടാവും. കുറേ കൺസ്യൂമേഴ്സിൻ്റെ എല്ലാവരുടെയും കൂടി ഡിമാൻഡാണ് മാർക്കറ്റ് ഡിമാൻഡ്. ഇറ്റ് ഈസ് ആഗ്രിഗേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്സ് ഓഫ് ഓൾ ദ കൺസ്യൂമർ ഓഫ് പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ എല്ലാ കൺസ്യൂമേഴ്സിൻ്റെയും മൊത്തത്തിലുള്ള ഡിമാൻഡ് കൂട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഒരു പ്രത്യേക ടൈം പീരീഡിൽ അറ്റ് എ സ്പെസിഫിക് പ്രൈസ്, ഒരു പ്രത്യേക പ്രൈസിൽ, വൈൽ അതർ ഫാക്ടേഴ്സ് ആർ കോൺസ്റ്റൻറ്റ്. മറ്റു ഫാക്ടേഴ്സിനെ കോൺസ്റ്റൻ്റ് നിലനിർത്തിക്കൊണ്ട് ഒരു പ്രത്യേക പ്രൈസിൽ ഒരു മാർക്കറ്റിലുള്ള എല്ലാ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സും പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മാർക്കറ്റ് ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു മാർക്കറ്റിൽ 4 കൺസ്യൂമേഴ്സ് ഉണ്ടെന്നിരിക്കട്ടെ, ഷുഗർ വാങ്ങുന്നതിന് 4 കൺസ്യൂമേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു പ്രത്യേക പ്രൈസിൽ കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഷുഗർ വാങ്ങാൻ 4 കൺസ്യൂമർ ഉണ്ട്. അപ്പോൾ 4 കൺസ്യൂമേഴ്സ്, ഫസ്റ്റ് കൺസ്യൂമർ 30 കിലോഗ്രാം വാങ്ങിക്കുന്നു, സെക്കൻഡ് 40 കിലോ വാങ്ങിക്കുന്നു, തേർഡ് കൺസ്യൂമർ 50 കിലോഗ്രാം വാങ്ങിക്കുന്നു, ഫോർത്ത് കൺസ്യൂമർ 60 കിലോഗ്രാം വാങ്ങിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ മാസം ഇത്ര വീതം വാങ്ങുന്നിരിക്കട്ടെ. വി ആർ അസ്യൂമിങ് ദാറ്റ് ദസ് ദ മാർക്കറ്റ് ഡിമാൻഡ് ഫോർ ഷുഗർ ഈസ് 180 kilograms ഇൻ എ മന്ത്. അപ്പോൾ മൊത്തം മാർക്കറ്റ് ഡിമാൻഡ് എത്ര ഉണ്ടായിരിക്കും? ഈ ഓരോരുത്തരും വാങ്ങുന്ന ഇൻഡിവിജ്വൽ ഡിമാൻഡ്സ് എല്ലാം കൂടെ കൂട്ടുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? മാർക്കറ്റ് ഡിമാൻഡ് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് അനദർ ക്ലാസിഫിക്കേഷൻ, ഇൻഡിവിജ്വൽ ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിമാൻഡ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്, മാർക്കറ്റ് ഡിമാൻഡ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് എ കമോഡിറ്റി ഓർ സർവീസ് വിച്ച് ഈസ് ഡിമാൻഡഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ കൺസ്യൂമർ അറ്റ് എ ഗിവൺ പ്രൈസ് അറ്റ് എ ഗിവൺ പീരീഡ്. ഒരു പ്രത്യേക പ്രൈസിൽ ഒരു പ്രത്യേക ടൈം പീരീഡിലുള്ള ഇൻഡിവിജ്വൽ കൺസ്യൂമർ ഡിമാൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ അളവിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ മാർക്കറ്റ് ഡിമാൻഡ് അങ്ങനെയല്ല. ഇറ്റ് ഈസ് ആഗ്രിഗേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്സ്. കുറേ ഇൻഡിവിജ്വൽസ് ഉണ്ടെങ്കിൽ എല്ലാവരുടെയും ഡിമാൻഡ് ഒന്നിച്ച് കൂട്ടി ഒരു പ്രത്യേക ടൈം പീരീഡിൽ ഒരു സ്പെസിഫിക് പ്രൈസിൽ മറ്റു ഫാക്ടേഴ്സ് സ്ഥിരമായി നിൽക്കെ ഒരു മാർക്കറ്റിലുള്ള എല്ലാ കൺസ്യൂമേഴ്സിൻ്റെയും ഡിമാൻഡെല്ലാം അവിടെ കൂട്ടിച്ചേർത്താൽ അതിനെയാണ് നമ്മൾ പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി ക്ലാസിഫിക്കേഷൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. ഇത്രയും കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക.